ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഡൽഹിയിൽ 12,200 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. രാജ്യത്തെ പൌരന്മാരുടെ വ്യക്തിഗത വിവരങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതാണ് കരട് ഡിജിറ്റൽ വ്യക്തിവിവര സുരക്ഷാ ചട്ടമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിൽ എത്തും. 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. 25 വേദികളിലായി ഇന്ന് 60ഓളം ഇനങ്ങളിൽ മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ്സിയെ നേരിടും. ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ അവസാന ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 162 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ഡൽഹിയിൽ 12,200 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. സാഹിബാബാദിനും ന്യൂ അശോക് നഗറിനും ഇടയിൽ 4,600 കോടി രൂപയുടെ ഡൽഹി ഗാസിയാബാദ് മീററ്റ് നമോ ഭാരത് ഇടനാഴിയുടെ പൂർത്തിയായ 13 കിലോമീറ്റർ ഭാഗം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. നമോ ഭാരത് ട്രെയിനിലും അദ്ദേഹം യാത്ര ചെയ്യും. ഡൽഹി മെട്രോ 4ാം ഘട്ടത്തിലെ 2.8 കിലോമീറ്റർ പാതയും ശ്രീ മോദി ഉദ്ഘാടനം ചെയ്യും. ഡൽഹി മെട്രോ 4ാം ഘട്ടത്തിന്റെ 26.5 കിലോമീറ്റർ റിത്താല കുണ്ഡലി ഭാഗത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ന്യൂഡൽഹിയിലെ രോഹിണിയിൽ സെൻട്രൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അത്യാധുനിക കെട്ടിടത്തിന് അദ്ദേഹം തറക്കല്ലിടും. പദ്ധതിയുടെ ഉദ്ഘാടനം പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും ഡൽഹിയിലെ ജനങ്ങൾക്ക് യാത്രാ സൌകര്യം ഉറപ്പാക്കാനും സഹായിക്കും. രാജ്യത്തെ പൌരന്മാരുടെ വ്യക്തിഗത വിവരങ്ങളും അവരുടെ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതാണ് കരട് ഡിജിറ്റൽ വ്യക്തിവിവര സുരക്ഷാ ചട്ടം 2025 എന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കരട് ചട്ടങ്ങളിൽ 3 പ്രധാന ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. പൌരന്മാരുടെ വ്യക്തിഗത വിവരങ്ങൾ പരിരക്ഷിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ, കുട്ടികൾ അഭിമുഖീകരിക്കാൻ ഇടയുള്ള ഡിജിറ്റൽ അപകടസാധ്യതകൾ തടയുന്നതിനുള്ള നടപടികൾ, പൌരന്മാരെ അവരുടെ അവകാശങ്ങൾ എളുപ്പത്തിൽ വിനിയോഗിക്കാൻ പ്രാപ്തരാക്കുന്ന വ്യവസ്ഥകൾ എന്നിവയാണ് ആ 3 പ്രധാന ഘടകങ്ങൾ എന്നും അദ്ദേഹം വ്യക്തമാക്കി. नागरिकों के अधिकार को प्रोटेक्ट करना है, इन दोनों के बीच में एक बहुत अच्छा बैलेंस लाया गया है. साथ ही साथ इनोवेशन के इकोसिस्टम के ऊपर बहुत बड़ा कंप्लायंस का बर्डन नहीं पड़े, ये भी ध्यान में रखें. 2 ദിവസത്തെ സന്ദർശനത്തിനായി യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ ഇന്ന് ന്യൂഡൽഹിയിൽ എത്തും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി അദ്ദേഹം ചർച്ച നടത്തും. ബഹിരാകാശം, പ്രതിരോധം, ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷാ മുൻഗണനകൾ, സാങ്കേതിക സഹകരണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ചയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ജെയ്ക്ക് സള്ളിവൻ കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സന്ദർശിക്കുന്ന അദ്ദേഹം യുവ ഇന്ത്യൻ സംരംഭകരുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ യന്ത്രക്കൈ പ്രവർത്തനക്ഷമമായതായി ഐഎസ്ആർഒ. ബഹിരാകാശ റോബോട്ടിക്സിൽ രാജ്യത്തിന് അഭിമാനകരമായ നാഴികക്കല്ലാണ് ഇത്. വിഎസ്എസ്സിയുടെ ക്രോപ്സ് ദൌത്യത്തിന്റെ ഭാഗമായി 4 ദിവസം കൊണ്ട് ബഹിരാകാശത്ത് പയർ വിത്തുകൾ വിജയകരമായി മുളപ്പിച്ചതായും ഐഎസ്ആർഒ അറിയിച്ചു. പരീക്ഷാ സമയത്ത് കുട്ടികൾ സമ്മർദ്ദത്തിലാകരുതെന്നും ജീവിതത്തോട് അഭിനിവേശമുള്ളവരായിരിക്കണമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഡൽഹിയിൽ എൻഡിഎംസി ആതിഥേയത്വം വഹിച്ച എക്സാം വാരിയേഴ്സ് കലോത്സവത്തിൽ കുട്ടികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. അഭിനേതാക്കളും കായിക താരങ്ങളും അവരുടെ ജോലിയിൽ അഭിനിവേശം ഉള്ളവർ ആയതിനാലാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വിവിധ സ്കൂളുകളിൽ നിന്നായി 5000-ഓളം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു. ചൈനയിൽ പടർന്നു പിടിക്കുന്ന ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ നിരീക്ഷിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംയുക്ത യോഗം വിളിച്ചു. ആരോഗ്യ ഹെൽത്ത് സർവീസസ് ഡയറക്ടർ ജനറലിന്റെ അധ്യക്ഷതയിൽ ഡൽഹിയിലാണ് യോഗം ചേർന്നത്. ലോകാരോഗ്യ സംഘടന, ദുരന്ത നിവാരണ സെൽ, സംയോജിത രോഗനിരീക്ഷണ പരിപാടി, ദേശീയ രോഗനിയന്ത്രണ കേന്ദ്രം, ദേശീയ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, എമർജൻസി മെഡിക്കൽ റിലീഫ് വിഭാഗം, ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ യോഗത്തിൽ പങ്കെടുത്തു. ചൈനയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും സമയബന്ധിതമായ വിവരങ്ങൾ പങ്കിടാൻ ലോകാരോഗ്യ സംഘടനയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ചൈനയിൽ വൈറസ് പടരുന്നതുമായി ബന്ധപ്പെട്ടു വരുന്ന വാർത്തകളിൽ കേരളത്തിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി വീണ ജോർജ്. ഗർഭിണികൾ, പ്രായമുള്ളവർ, ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ളവർ എന്നിവർ മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനം സസൂക്ഷ്മം സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. കണ്ണൂർ ആറളം ഫാമിംഗ് കോർപ്പറേഷൻ തൊഴിലാളികളുടെ കുടിശ്ശികയായുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും തീർപ്പാക്കുന്നതിന് നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. 2023 ഏപ്രിൽ, ജൂൺ, 2024 ഫെബ്രുവരി, മാർച്ച്, നവംബർ മാസങ്ങളിലെ ശമ്പള കുടിശ്ശികയാണ് തീർപ്പാക്കാനുള്ളത്. ഭൂമിക്ക് വേണ്ടി ലഭിച്ച 1330 അപേക്ഷകളിൽ 303 പേരെ യോഗ്യരായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്ക് സമയബന്ധിതമായി ഭൂമി ലഭ്യമാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം 2ാം ദിനത്തിലേക്ക് കടന്നു. 60ഓളം ഇനങ്ങൾ 25 വേദികളിലായി ഇന്ന് അരങ്ങേറും. ആദ്യ ദിനമായ ഇന്നലെ 58 മത്സര ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 210 പോയിന്റുമായി കണ്ണൂർ ജില്ലയാണ് 1ാം സ്ഥാനത്ത്. 209 പോയിന്റുമായി തൃശൂർ 2ാമതും 208 പോയിന്റുമായി കോഴിക്കോട് 3ാമതുമാണ്. ആതിഥേയരായ തിരുവനന്തപുരം ജില്ല 194 പോയിന്റുമായി 7ാം സ്ഥാനത്താണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ആദ്യ ദിനം മുതൽ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നടക്കുന്നത്. രാത്രി ഏറെ വൈകിയാണ് 1ാം ദിനത്തെ മത്സരങ്ങൾ അവസാനിച്ചത്. 2ാം ദിനമായ ഇന്ന് ജനപ്രിയ ഇനങ്ങളിലൊന്നായ മലയാളം നാടക മത്സരം അരങ്ങേറും. രാവിലെ 9:30 ടാഗോർ തിയേറ്ററിലാണ് ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരം നടക്കുന്നത്. പുതുതായി ഉൾപ്പെടുത്തിയ ഗോത്ര നൃത്തകലകളിൽ ഒന്നായ പണിയ നൃത്തം നിശാഗന്ധിയിൽ നടക്കും. പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലെ MT നിളയിൽ രാവിലെ 9:30 ഹൈസ്കൂൾ വിഭാഗം ഒപ്പന ആരംഭിക്കും. വിവിധ രചനാ മത്സരങ്ങളും ഇന്ന് കലോത്സവത്തിൽ നടക്കുന്നുണ്ട്. അവധി ദിനമായ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് കലോത്സവ വേദികളിൽ കൂടുതൽ തിരക്കനുഭവപ്പെടാനും സാധ്യതയുണ്ട്. കൊല്ലം ചടയമംഗലത്ത് കാർ ടൂറിസ്റ്റ് ബസുമായി കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ശബരിമല ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിയ കന്യാകുമാരി സ്വദേശികളായ ശരവണൻ, ഷൺമുഖൻ എന്നിവരാണ് മരിച്ചത്. അർദ്ധരാത്രിയായിരുന്നു അപകടം. ഇന്ന് ദേശീയ പക്ഷിദിനം. പക്ഷികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവയുടെ ആവാസ വ്യവസ്ഥകളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിനാണ് എല്ലാ വർഷവും ജനുവരി 5-ന് ഈ ദിനം ആഘോഷിക്കുന്നത്. പക്ഷികളുടെ പാരിസ്ഥിതിക പ്രാധാന്യവും അവയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും ദിനാഘോഷം ലക്ഷ്യമിടുന്നു. ISL ഫുട്ബോളിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ജംഷഡ്പൂർ FC 2-1 ബംഗളൂരു FCയെ പരാജയപ്പെടുത്തി. ജംഷഡ്പൂരിന് ഹോം ഗ്രൌണ്ടിലെ തുടർച്ചയായ 4ാം വിജയമാണ് ഇത്. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ 4-2 ഒഡീഷ FCയെ FC ഗോവ തകർത്തു. ഇന്ന് വൈകിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FCയെ നേരിടും. രാത്രി 7:30 ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സിഡ്നിയിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അവസാന ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. മത്സരത്തിന്റെ 3ാം ദിനം 6 വിക്കറ്റ് നഷ്ടത്തിൽ 141 റൺസ് എന്ന നിലയിൽ 2ാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ഇന്ത്യ 157 റൺസിന് എല്ലാവരും പുറത്തായി. 162 റൺസാണ് ഓസ്ട്രേലിയയുടെ വിജയലക്ഷ്യം. ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഓസ്ട്രേലിയ 3 വിക്കറ്റ് നഷ്ടത്തിൽ 71 റൺസ് എന്ന നിലയിലാണ്. ഹോക്കി ഇന്ത്യ ലീഗിൽ റൂർക്കേലയിലെ ബിർസ മുണ്ട സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടീം ഗോനാസിക്ക ഹൈദരാബാദ് തൂഫാൻസിനെ 3-1 പരാജയപ്പെടുത്തി. അതേ വേദിയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ ഡൽഹി SG പൈപ്പേഴ്സിനെതിരെ ബംഗാൾ ടൈഗേഴ്സ് 4-1 അനായാസ ജയം സ്വന്തമാക്കി. സ്പെയിനിൽ നടക്കുന്ന അന്താരാഷ്ട്ര വിനോദസഞ്ചാര മേളയിൽ ഈ വർഷത്തെ മഹാകുംഭമേളയുടെ മഹത്വം ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുമെന്ന് ഉത്തർപ്രദേശ് വിനോദസഞ്ചാര വകുപ്പ്. മഹാകുംഭമേളയുടെ ആത്മീയവും ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യം ഉയർത്തിക്കാട്ടി മാനവികതയുടെ സാംസ്കാരിക പൈതൃകമായി മേളയെ അവതരിപ്പിക്കും. മാഡ്രിഡിൽ നടക്കുന്ന വിനോദസഞ്ചാര മേളയിൽ കുംഭമേളയുമായി ബന്ധപ്പെട്ട പ്രമേയാധിഷ്ഠിത പവലിയനുകൾ ഒരുക്കും. ഈ വർഷത്തെ മഹാകുംഭമേളയിൽ തീർത്ഥാടകരുടെ വൻ തിരക്ക് കണക്കിലെടുത്ത് ഇന്ത്യൻ റെയിൽവേ 13,000 ട്രെയിൻ സർവീസ് നടത്തും. 10,000 സ്ഥിരം ട്രെയിനുകളും 3,000 പ്രത്യേക ട്രെയിനുകളും ഇതിൽ ഉൾപ്പെടുന്നു. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ 40 കോടിയോളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനത്ത് ഈ മാസം 13 മുതൽ ഫെബ്രുവരി 26 വരെയാണ് മഹാകുംഭമേള നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹിയിൽ 12,200 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. രാജ്യത്തെ പൌരന്മാരുടെ വ്യക്തിഗത വിവരങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതാണ് കരട് ഡിജിറ്റൽ വ്യക്തിവിവര സുരക്ഷാ ചട്ടമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സള്ളിവൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിൽ എത്തും. 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. 25 വേദികളിലായി ഇന്ന് 60ഓളം ഇനങ്ങളിൽ മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FCയെ നേരിടും. ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ അവസാന ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 162 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.